വിളിച്ചാ? അമ്മേ, അവള് വിളിക്കുന്നില്ലല്ലോ. വിളിക്കുവടാ. അല്ലാത്തപ്പം മിനിറ്റിന് ബാലമാമ എപ്പോഴും വിളിച്ചോണ്ടിരിക്കുന്നതാ. എന്താന്ന് ആർക്കറിയാം. അവളാ? ഓ, ഇന്ന് നടക്കില്ല. അതെ, ഇല്ല, ഇവിടെ ഭയങ്കര മഴയാ. ഞാൻ നാളെ ഇറങ്ങാം. ഓക്കെ. ഇവളെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. അച്ഛനെ വിളിക്കണത് അവളോട് പറയണ്ടായിരുന്നു. പറഞ്ഞതാ കുഴപ്പമായത്. നീ അല്ലാതെ ഈ മണ്ടത്തരം വല്ലവരും കാണിക്കൂ. ഓ, അതവളാ. ഹലോ, മീറ്റിംഗോ? അതും 10-ാം തീയതി അല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. ഓ, ഞാൻ എത്തിക്കൊള്ളാം. ഓക്കെ. നമസ്കാരം. നമസ്കാരം സർ. നിങ്ങളാണോ വിളിച്ചിരുന്നത് ബാങ്കിൽ നിന്ന്? ഇരിക്കൂ. പെട്ടു. മാഷിന്റെ മകൻ അരവിന്ദ് ബാലൻ ഒരു ലോൺ എടുത്തിരുന്നു. 2/6/2024 എടുത്ത ലോണാ. ഇപ്പോ 1 വർഷം കഴിഞ്ഞിട്ടും മുതലിലേക്കോ പലിശയിലേക്കോ 1 രൂപ പോലും അടച്ചിട്ടില്ല. ഞങ്ങൾ വിളിക്കുമ്പോഴെല്ലാം ഓരോ അവധി പറയുക. പിന്നെ വിളിച്ചാ ഫോൺ എടുക്കില്ല. ഇനി ബാങ്കിന് നടപടിയിലേക്ക് പോവാതെ വേറെ നിവൃത്തിയില്ല. എത്ര തുക? മുതലും പലിശയും ചേർത്ത് 6,46,400 രൂപ വരും. എന്തു പറയാനാ? പെട്ടുപോയി. അമ്മേ, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ആകെ പാളിപ്പോയല്ലോ. അവളുടെ ഒരു കൊലുസ് പോയതും പിച്ചം. അപ്പൊ ഞാൻ അഭിനയിച്ചു തകർത്തതോ? ഓ, അരവിന്ദ. യോ, അച്ഛൻ വിളിക്കുന്നു. എന്താ അച്ഛാ? ഇവര് നിന്നെ അന്വേഷിച്ച് വന്നതാ. എനിക്ക് കുറച്ച് സമയം തരണം മാം. ബാങ്ക് നടപടിയിലേക്ക് പോവുക. അതുകൊണ്ടാ ഞാൻ വന്നത്. എമൗണ്ട് കറക്റ്റ് ആണെന്ന് നോക്കിക്കോളൂ. ഇന്നത്തെ ഡേറ്റ് ആയിട്ടിരിക്കുന്നു. ശരിയാണ് സർ. താങ്ക് യു. അരവിന്ദ, എന്താ അച്ഛാ? ഇനിയെങ്കിലും ബിസിനസ് എന്ന് പറഞ്ഞ് പണം ചെലവാക്കുമ്പോ ശ്രദ്ധിച്ചു വേണം. ശരി അച്ഛാ. ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ് നല്ലതാണോ? ആ ബിസിനസ് ചെയ്താൽ നിനക്കെന്തെങ്കിലും ലാഭം കിട്ടുമോ എന്നൊക്കെ നോക്കണം. ഓക്കെ അച്ഛാ, നോക്കാം. നീ ഗിഫ്റ്റ് കൊടുത്ത അച്ഛനോട് പറഞ്ഞായിരുന്നോ? പറഞ്ഞു. അച്ഛനോട് അരവിന്ദ് ഏട്ടൻ ചാരുവിന് കൊലുസ് കൊടുത്ത കാര്യം പറഞ്ഞപ്പോ അച്ഛൻ പണ്ട് അമ്മയ്ക്ക് കൊലുസ് കൊടുത്ത കഥ എന്നോട് പറഞ്ഞു. രാത്രി മഴയത്ത് വള്ളത്തില്. താങ്ക് യുടാ. എന്തിന്? എന്നെ കൊലുസിടാൻ പഠിപ്പിച്ച് നീയല്ലേ? ഞാൻ പോയിട്ട്. അമ്മേ, പറക്കായി. ഇതുപോലുള്ള അനിയന്മാരുണ്ടെങ്കിലേ കുറച്ചായിട്ട് നിനക്ക് കിട്ടാനുള്ളതെല്ലാം വാങ്ങിച്ചെടുക്കാൻ പറ്റും. ഇപ്പം മനസ്സിലായോ വെള്ളിക്കൊലുസിന്റെ വില? 6,46,400 രൂപ. അതെ, ഇനി ഇത് ഇങ്ങനെ അങ്ങ് തുടരണ്ട. മനസ്സിലായോ?